ആ ചേട്ടാ നിങ്ങളെ പേരെന്തേട്ടാ? ശേഖരൻ, മൈലമൂട് ശേഖരൻ. മൈലമുടി ശേഖരൻ. എന്താ ചേട്ടനെ കുറച്ച് പേര് കൂടി വീട്ടിൽ ആക്രമിച്ചു. അവിടെ ഒരു ഗുണ്ട നിങ്ങളെ വീട്ടിലുണ്ടായിരുന്നെന്ന് അറിഞ്ഞു. ആകപ്പാടെ വിഷമത്തിലാണെന്ന് അറിഞ്ഞു. അപ്പോൾ എന്താണ് ഏട്ടാ അതിൻ്റെ കാര്യം? അവൻ തന്നെ ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ കയറി അവൻ എന്നെ ചീട്ടിയെടുത്ത് കട്ടിൽ അടിച്ചിട്ട് ആ ചുവരിൽ കയറി തലയടിച്ച് ഞാൻ ആശുപത്രിയിൽ ചെന്ന് സ്ഥലത്ത് ആശുപത്രി ചെന്ന് രജിസ്റ്റർ ചെയ്ത് വന്ന് പേപ്പർ കൊടുത്ത് ഇതുവരെയായിട്ട് എന്നാണ് എസ് ഐ വിളിച്ച് പറഞ്ഞാൽ അത് കിട്ടിയില്ല, എൻ്റെ കയ്യിലില്ല. ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചപ്പോൾ എൻ്റെ ഈ തരൂലാണോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചേട്ടൻ പരാതി കൊടുത്തില്ലേ ഇത് പോലീസിന്? പിന്നെ 6 പരാതി കൊടുത്തു. എല്ലാം എൻ്റെ കയ്യിൽ. ഏത് പോലീസ് സ്റ്റേഷനാ? പാങ്ങോട് പോലീസ് സ്റ്റേഷൻ. പാങ്ങോട് പോലീസ് സ്റ്റേഷൻ സർക്കിളുണ്ട്, എസ് ഐ ഉണ്ട്. അവരെന്താ പറഞ്ഞു? അവരന്വേഷിച്ചിട്ടൊന്നും ഒരു രക്ഷ കിട്ടിയില്ല. അവിടെ വെമ്പായത്തുള്ളവർ കൊന്ന് ആളുകൾ പറഞ്ഞിട്ട് കഥയില്ല. പുള്ളിയുടെ മോനോ മോളോ? ഈ പോലീസിൻ്റെ അറിവോട് തന്നെയാണ്. ആര്? ഈ മതം എന്നുള്ളവൻ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഉള്ള മതമാണ്. ഈ മതവിന് ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനാണ് എന്നുള്ള കുറച്ച് 2-3 ഉദ്യോഗസ്ഥന്മാരാണ് ഇവരെ മാറ്റി പിന്നെ കാര്യം അതാണ് ബന്ധപ്പെടാത്ത. പക്ഷേ DSP എസ് ഐയെ കൊണ്ട് മഹത്വം തയ്യാറാക്കി അതിൻ്റെ FIR കയ്യിൽ കൊണ്ട് കേട്ടോ. അവരാരും ഇതുവരെ ആ DSP പോലും മാനിക്കാത്ത രീതിയിലാണ് പാങ്ങോട് സ്റ്റേഷനിൽ ആ സ്ഥലത്ത്. ഇപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ അവസ്ഥ എന്തുവാ? സാറേ അത് മൊത്തം അടിച്ച് തകർത്ത്. പിന്നെ അല്ലാതെ എനിക്ക് ലാസ്റ്റ് മേലിൽ ഞാൻ അപേക്ഷ 2 തവണ കിട്ടി. ഒരു തവണ 75,000 രൂപ കിട്ടാറുണ്ട്. അത് തരൂലായാലും ബഞ്ഞാറമ്പൂർ ഓഫീസിൽ പട്ടികജാതി പട്ടികവർക്ക് ഓഫീസിൽ തരൂലെന്ന് പറഞ്ഞോ? തരൂല. കാര്യം പ്രൊമോട്ടറും അവിടുത്തെ സെക്രട്ടറിയും ഈ ഉദ്യോഗസ്ഥനും കൂടെയാണ് ഈ കളി. അതായത് ആനുകൂല്യം തരാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ തന്നെ അത് തടഞ്ഞു വെക്കുകയാണ്. അതിൻ്റെ ജില്ലയുടെ ഓഫീസറുടെ. അപ്പോൾ ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ എന്തുവാ? എല്ലാം പൊളിച്ച് തകർന്നു കിടക്കുന്നത്. എനിക്ക് മെയിൻ വിഷയമാണ് അത് അടുത്തൊന്നും ശരിയാക്കിയെടുക്കാൻ കഴിയുന്നില്ല സാറേ. എനിക്കൊന്ന് അന്തി പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ഞാൻ കഴിയുന്നത്. കഞ്ഞി കഴിക്കാൻ പോയി നിവൃത്തിയിലായിരിക്കും. വെള്ളം കുടിക്കാൻ, കഞ്ഞി കഴിക്കാൻ, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. നിവൃത്തിയില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് വരും. അങ്ങനെ എനിക്ക് ആ വീട്ടിൽ അടിച്ചു പഠിച്ചിട്ട് തേച്ചാണ് തേച്ച് തീർന്നത്. എല്ലാം തേച്ചതുണ്ട്, ബാത്തെല്ലാം കഴിഞ്ഞു. നിങ്ങളുടെ പട്ടികജാതി ഉദ്യോഗസ്ഥൻ എന്താ പറയുന്നേ? ഇത് നോക്കാനായിട്ടൊരു പ്രൊമോട്ടർ ഉണ്ടല്ലോ, പ്രൊമോട്ടർ എന്താ പറഞ്ഞു? ആ പ്രൊമോട്ടറൊന്നും ഒരു ഉപയോഗമില്ല. അവർ പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ പട്ടികജാതി ജില്ലാ ഓഫീസറെ വിളിച്ച് അയാൾ വരെ പറഞ്ഞു ആ പാവപ്പെട്ട പൈസ ഇല്ല. 2ാമത് ഈ ശീർഷ സഹായത്തിന് പേപ്പർ കൊണ്ടുവന്നിട്ട് ഈ ബഞ്ഞാറമ്പൂർ ഓഫീസർ അത് ഞാൻ ഒപ്പിച്ചു കൊടുത്ത് അതൊക്കെ കൊടുത്തിട്ട് ഇപ്പം എനിക്ക് തരൂല. അങ്ങനെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാറേ, എനിക്ക് ഒരു ചായ വെള്ളം പോലും മേടിച്ച് കുടിക്കാൻ പറ്റില്ല. എന്തൊക്കെയാണ് അസുഖങ്ങളൊക്കെ ഉള്ളത്? ശ്വാസം മുട്ടൽ, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, പിന്നെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എല്ലാ തകരാറുകളും ഉണ്ട്. ഇത് ആശുപത്രി പോകുമ്പോൾ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ് കറക്റ്റ് ആശുപത്രിയിലാണ് പോയി മരയൊക്കെ ചെയ്യുന്നത്. ഏതാണ്ട് ഒരു ബന്ധുക്കൾ ആരൊക്കെയാ ഉള്ളത്? ബന്ധുക്കൾ ഇപ്പം ആരുമില്ല. ഒറ്റപ്പെട്ട ജീവിതം. സഹായിക്കാൻ സർക്കാരുമില്ല, ദൈവം പോലും ഇല്ല. സർക്കാരിൻ്റെ കാര്യം പറയുന്നു, ഒരു നിവൃത്തിയില്ല. ആ ആശുപത്രിയിൽ പോയപ്പോൾ അവർ 2 ഗുളികകൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, ആയും പിടിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇനി എന്തൊക്കെ ആവശ്യങ്ങളാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഈ ഭവനം അടിച്ച് തകർത്തവൻ്റെ പിന്നെ 6,000 രൂപ ഞാൻ നഷ്ടപരിഹാരം എഴുതി കൊടുത്തിട്ടുണ്ട് DSPക്ക്. പിന്നെ 2ാമത് ഇവിടെ പട്ടികജാതി പ്രശ്നം
ഓഫീസർ എവിടുത്തെ? മാവനപുരം. ആ പൈസ തരൂല. 2024 മാർച്ച് 31 കഴിഞ്ഞ ആ ഫണ്ട് 2024 അവസാനം മാർച്ച് 31 അവർ ക്ലിയർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതല്ല അവരെന്ത് ചെയ്യുന്നുണ്ട്, ഏജന്റ് പോയി പൈസ തന്നിട്ടില്ല. പിന്നെ ജില്ലാ ഓഫീസർക്ക് ഞാൻ വിളിച്ചറിയിച്ചു, ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ വിജിലൻസ് ഓഫീസറുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ നാളെ ചെല്ലാൻ പറഞ്ഞ പൈസയും കഴിയില്ല. നാളെ ആരെയുണ്ടെങ്കിലും 100 രൂപ മേടിച്ചത് തിരുവനന്തപുരം വരെ പോകണം. ഞാൻ ഇറങ്ങിക്കുക. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇവരെ കുടിച്ചിട്ടില്ല. ഒരു തുള്ളി വെള്ളം ചൂടായി കുടിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കണ്ടീഷൻ. ഒറ്റയ്ക്ക് ഇനി നാളെ ആശുപത്രി പോകാണ്ട് കഴിയുമ്പോൾ എന്താണെന്നറിയില്ല. എന്തായാലും ദയവായി എനിക്ക് ആ പട്ടികക്കകത്ത് 75,000 രൂപ മൂന്നാമത്തെ തേന് കിട്ടാനുണ്ട്. അത് തരൂല. അപ്പോൾ പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഇപ്പം ഞങ്ങൾ ഇദ്ദേഹത്തെയാണ് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹമാണ് സംസാരിച്ചത്. മൈലമൂടി ശേഖരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ സങ്കടത്തിലാണ്, വളരെ കഷ്ടപ്പെട്ട്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയേണ്ട, ഭവനം നമ്മൾ കാണുകയുണ്ടായി. ആ ഭവനത്തെ ഏതോ ഒരു ആൾ വന്ന് ആക്രമിച്ച് അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞു. പക്ഷേ അതിന് പരാതി കൊടുത്തിട്ട് പോലീസ് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ആ ഭവനത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി വാമനപുരം പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും ഒരു 75,000 രൂപ കിട്ടാറുണ്ട്. അത് കിട്ടിയെങ്കിൽ പുള്ളി അത്യാവശ്യം ഒന്ന് വീട്ടിൽ ജീവിതമായി രക്ഷപ്പെട്ട് മുന്നോട്ട് പോയേനെ. പക്ഷേ അതെങ്കിലും അദ്ദേഹത്തിന് കിട്ടണം. അദ്ദേഹത്തിന് സർക്കാരിൽ നിന്ന് നീതി ലഭിക്കണം. അതുപോലെ ഇത് കാണുന്നവരൊക്കെ ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം. ഈ വാർത്ത അധികാരികളുടെ കൈകളിലെത്തുന്നത് വരെ നിങ്ങളിത് ഷെയർ ചെയ്യണം. ഇത് ഇദ്ദേഹത്തിൻ്റെ പോലുള്ള ഒട്ടനവധി ആളുകളുടെ സങ്കടത്തിൻ്റെ കഥയാണ്. ഒട്ടനവധി വലിയ സങ്കടത്തിൻ്റെ കഥയാണ്. അദ്ദേഹത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. റെക്കമെൻഡ് ചെയ്യാൻ ആളുള്ളവർക്കെല്ലാം, സ്വാധീനമുള്ളവർക്കെല്ലാം ഈ നാട്ടിൽ എന്തും സാധിക്കും. പക്ഷേ സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് പാവപ്പെട്ട മൈലമൂടി ശേഖരൻ ഇതുവരെയായിട്ട് അദ്ദേഹം ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കുന്നവരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇതിനകത്ത് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ഷെയറിങ് കമൻറ്റിങ് മാത്രമല്ല, നമുക്കിത് അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാനും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലെത്തിക്കാൻ വളരെ പരിശ്രമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, ഒരുമിച്ച് പോകാം. എന്തായാലും എന്നെ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.